വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരം. ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ വെച്ചായിരുന്നു ആദര ചടങ്ങ് നടത്തിയത്. ചാലിശ്ശേരിയിൽ നടക്കുന്ന സരസ് മേളയിൽ വെച്ചാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചത്. മന്ത്രി MP രാജേഷ് ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 547 ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഇത്തവണ ജനവിധി തേടിയത്. ഇതിൽ 219 പേർ വൻ ഭൂരിപക്ഷത്തോടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. നാടിന്റെ ശുചിത്വ പരിപാലനത്തിൽ മാതൃകയായവർ ഇനി ഭരണസാന്നിധ്യത്തിലും തങ്ങളുടെ മികവ് തെളിയിക്കുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഈ ആദരം. അവസാനത്തെ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഒരേ യൂണിഫോം, ഒരേ ബ്രാൻഡ്, അത് നമ്മൾ ഉറപ്പാക്കും. പിന്നെ രണ്ടാമത് പറഞ്ഞ ഇൻഷുറൻസ് ഇപ്പം ഉണ്ട്. മനസ്സിലായി. ഹെൽത്ത് ചെക്കപ്പ്. ഈ ഹരിതകർമ്മ സേനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇതിൻ്റെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ സാധ്യത ഒന്ന് പരിശോധിച്ചിട്ട് അതറിയിക്കാം. അത് നമുക്ക് പരിശോധിക്കാം. പിന്നെ വാഹനത്തിൻ്റെ കാര്യത്തിൽ പക്ഷെ നമ്മളിപ്പോൾ പൊതുവെ രാജ്യമാകെയും ലോകമാകെയും ഈ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളായി റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഉള്ളതുപോലെ പറയണ്ടേ അത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട്, ഒന്ന് ചിലവ് കുറയ്ക്കാൻ, രണ്ട് ഹരിതകർമ്മസേന എന്തിനുള്ളതാണ്? കാലാവസ്ഥാ വ്യതിയാനത്തിന് കൂടി എതിരായിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന വാഹനങ്ങൾ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹരിതകർമ്മസേന മാതൃകയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ഇലക്ട്രിക് വെഹിക്കിളാണ് കേട്ടോ. അപ്പോൾ അത് ഇലക്ട്രിക് വെഹിക്കിൾ തന്നെ നമ്മൾ ഉപയോഗിക്കും.